നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ ക്ലാസ് 7. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ സ്ലീബ ആഘോഷം കഴിഞ്ഞ് പട്ടക്കാരൻ താഴെ നമസ്കാരമേശയുടെ അടുക്കൽ വന്ന് നിന്നുകൊണ്ടുള്ള പ്രഭാത പ്രാർത്ഥനയെ പറ്റിയാണ്. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് 3 മണി മധ്യാഹ്നം ഈ പ്രാർത്ഥനകൾ തികച്ചിട്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എന്നും ഓർത്തിരിക്കാം. അപ്പോൾ പ്രഭാത പ്രാർത്ഥനയുടെ ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്, അത് ഞാൻ വായിക്കാം. സ്വജാതികളെയും വിജാതികളെയും രക്ഷിക്കുവാൻ വേണ്ടി ഒരു സാധാരണക്കാരനെ പോലെ കന്യകയിൽ വസിക്കുകയും പെൺകുട്ടിയിൽ യഥാർത്ഥമായ ശരീരം ധരിക്കുകയും ഒരു ദരിദ്രനെ പോലെ ഗുഹയിൽ ജനിക്കുകയും ചെയ്ത മഹിമയുള്ള രാജാവായ കർത്താവേ, ഇപ്പോൾ നീ അത്ഭുതകരമായി ആ കന്യകയോടുകൂടെയും നിൻ്റെ ജനനത്താൽ ശാന്തമായി എന്നെ സ്പർശിച്ച ഭൂമിയോടുകൂടെയും സന്തോഷസമേതം നിനക്ക് വേണ്ടി വാഞ്ചിച്ച ഇടയന്മാരോടുകൂടെയും ആനന്ദസമേതം നിന്നെ വന്നിച്ച മൂശയന്മാരോടുകൂടെയും മഹത്വത്തോടെ നിന്നെ സ്തുതിച്ച സ്വർഗത്തോടുകൂടെയും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ ഗുഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കുകയാണ്. ബേസിക്കലി മാനവ സംയോജകനായ കർത്താവിശ്മിശിഹായുടെ ജനനപ്പെരുന്നാൾ ദിവസം പ്രഭാത പ്രാർത്ഥനയ്ക്ക് സ്വർഗീയരെയും ഭൗമികരെയും നാട്ടിലവരെയും ഭൂഷന്മാരെയും എല്ലാം സംബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കേട്ടത്. ആ കോണ്ടക്ഷൻ എന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥന നടത്തുന്നത് എന്നും അറിഞ്ഞിരിക്കുക. തുടർന്ന് 51 മസമൂറ, അതായത് 51 സങ്കീർത്തനം, ദൈവമേ നിൻ്റെ കൃപ പോലെ എൻ്റെ മേലെ അനുഗ്രഹം ചെയ്യണമേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അത് ചൊല്ലി തീർത്ത ശേഷം ഒരു ഗീതമാണ്. ദ്യുതിസന്തോഷമയന്മാലാകാം ദർശനമടിയാർക്കേകിച്ചോന്നാൻ യഹൂദ്യയിൽ ബേദലഹേമിൽ രക്ഷകനുളവായെന്നേവം സന്തോഷമെഴും സന്ദേശം വാനോരിറയരിന്നീ പാരിൽ ശമവും ശാന്തിയുമറിച്ചേവം നന്ദന ജനനത്തിൻ ദിവസത്തിൽ സ്തുതി ദൈവത്തിനു വാനത്തിൽ മർത്യനുത്തമ സാങ്കേതം. അങ്ങനെ അങ്ങോട്ട് 3-4 സ്റ്റാൻസ ഉണ്ട്. ഇതിൽ ലാസ്റ്റ് സ്റ്റാൻസ ഞാൻ വായിച്ചു. ജനനത്താൽ വിൺമൺലോകർക്കായി ശാന്തി കൊടുത്തൊരു പൈതൽ തന്നെ സ്വർഗീയ ഗണം ഗാഹളമൂതി സ്തുതിപാടി സ്തോത്രം ചെയ്തു അവനും പ്രേക്ഷകനും സ്തുത്യൻ. കണ്ടോ, പുത്രൻ തമ്പുരാനും പുത്രനെ പ്രേഷിപ്പിച്ച പിതാവിനും സ്തുതി അർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ 63 സങ്കീർത്തനം വായിക്കും. എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു. ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെ എൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ആഹിച്ചിരിക്കുന്നു. എൻ്റെ ഇടവും നിനക്കായി കാത്തിരിക്കുന്നു. നിൻ്റെ ബലത്തെയും എൻ്റെ ബഹുമാനത്തെയും കാൽമാനിപ്രകാരം ഞാൻ നിന്നെ നോക്കി എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ഒന്നിടവിട്ട് 2 ശുശ്രൂഷക്കാർ വായിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഗീതമായി. ഞാൻ ഈ ഗീതങ്ങളെല്ലാം എൻ്റെ അക്കാറ എൻ്റെ വൈവിധ്യം അറിയിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. വിസ്മയമയനായി സൃഷ്ടികളിൽ വിക്രമിയെ കന്യകപേറ്റു ഇടയന്മാരും ജ്ഞാനികളും കാഴ്ചകളവനായർപ്പിച്ചു. അങ്ങനെ ഒരു 3-4 സ്റ്റാൻസ ഉണ്ടാക്കിയതിൽ അതിലെ ലാസ്റ്റ് സ്റ്റാൻസ ഞാൻ പാടാം. കൂറാലടിയാർ തൻചാര താവരോഹം ചെയ്തോ നാഥ ഞങ്ങളെ അൻപാൽ സന്ദർശി ചേകണമാത്മേയം സൗഖ്യം. ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങൾക്ക് ആത്മാവിന് സൗഖ്യം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് 19 സങ്കീർത്തനം വായിക്കുന്നു. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തെ തൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം വായിക്കും. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ആരാധനയോട് സങ്കീർത്തനങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. പാർട്ട് ഓഫ് വർഷിപ്പാണ്
വേദോസം എന്ന് പറയുന്നത് നമ്മൾ ഒരു വാക്ക് എടുത്ത് പ്രസംഗിക്കാൻ ഉള്ളതല്ല. നമ്മുടെ ആരാധനയിലും അതിനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സങ്കീർത്തനം മാത്രമല്ല, യേശയ്യാ പ്രവചനമുണ്ട്, സുവിശേഷമുണ്ട്. അതൊക്കെ നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്ത പാട്ട്. ഗഹ്വരഭവനാം മന്നവനെ പാരസികന്മാർ വിദ്വാൻമാർ ഉപഹാരങ്ങളുദയത്തിൽ നിജനിധി സഹിതം വന്നിച്ചു. ഹേവേശാനാഥനീധന്യൻ. ഗഹ്വര ഭവനാൻ മന്നവൻ എന്ന് പറഞ്ഞാൽ ഗുഹയെ ഭവനമാക്കി തീർത്ത രാജാവ് എന്നർത്ഥം. ഈ രാജാവിനെ പാരസികന്മാർ വിദ്വാൻമാർ ഉപഹാരങ്ങളോടുകൂടി സന്ദർശിച്ചു എന്നാണ്. എങ്ങനെ മകനെ ഞാൻ നിന്നെ പാരിലാളിക്കും മാനിക്കും, എന്നിൽ മുതിർന്നോനെന്തനയൻ ഞാനേറ്റോൻ എന്നെ ഏറ്റു. ദേവേശ ദയചെയ്തിടേണം. മഹാരാജ് പറയുന്ന, അല്ലയോ മോനെ, ഞാൻ നിന്നെ എങ്ങനെ പരിപാലിക്കും, ഞാൻ നിന്നെ എങ്ങനെ മാനിക്കും. എൻ്റെ മകൻ എന്നെക്കാൾ മുതിർന്നവനാണ്, പ്രായമേറിയവനാണ്. ഞാൻ ഏറ്റവും എന്നെ ഏറ്റു എന്നും പറഞ്ഞാണ് ഇത്. ഇനി ലാസ്റ്റ് ലൈനും കൂടെ പാടാം അതിൻ്റെ. ആദ്യം മുതൽ താതാംഗത്തിൽ ചേർന്നു രഹസ്യം നിവസിച്ചോൻ, മറിയാമിൻ വിമലാംഗത്തിൽ ഇന്നു പരസ്യം ശോഭിച്ചു. ദേവേശ ദയചെയ്തിടേണം. കണ്ടോ, ആദ്യം മുതലേ പിതാവിൻ്റെ മടിയിൽ രഹസ്യമായി വസിച്ചിരുന്നവൻ ഇന്ന് പരിശുദ്ധ കന്യകയുടെ മടിയിൽ പരസ്യമായി തന്നെ വെളിപ്പെടുത്തി എന്നർത്ഥം. അത് കഴിഞ്ഞാൽ ഉടനെ യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 10 മുതൽ 13 വരെയും 45-ാം അധ്യായം 8-ാം വാക്യവും ചേർന്നിട്ടുള്ള ഒരു വായനയാണ്. കർത്താവിനൊരു പുതിയ പാട്ടിനെയും നീതിമാന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയെയും എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനം. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പാട്ടാണ്. അത് ഞാൻ സുറിയാനി പാടി കേൾപ്പിക്കാം. ഹൗദശുമായുമിലന്മേനെ മാലാഖേ സുമറിൻ സുബഹോ ഏസീലേദ്വത് സെമ്പൂറിയോ ഓ സുഗുദോൻ ലലബരിയോസോ ഓദം ആർമിവോഹൂബിലോ അല്ലത്ത് സോതുമേനേ ഫിക്കാസ് യൗമോനോ സുഹൂബിലെ മറിയം ദിയൽ ദസുഹോറൂക്കോ. അതിൻ്റെ മലയാളം. പരിപൂർണം വാനിടമാരാൽ സ്തുതി പാടുന്നാർക്കായി വാനോർ അവനുള്ള വായ്ക്കാലിൽ കൂട്ടിൽ ഉലകവനെ വന്നിക്കുന്നു. ഇനിയുള്ള ശ്രദ്ധിക്കുക. ആത്മജയാമംഗനയാലേ ആദാമിന്നൊരു കടമേറി രക്ഷകനെ പെറ്റാൾ മാറിയാം ഇന്നാളാ കടവും വീടി. ആത്മജയാമംഗനയാലേ ആദാമിന്നൊരു കടമേറി. ഈ എങ്ങനെ ഉണ്ടായി എന്ന് അവിടെ പറയും. ആത്മാവിൽ ജനിച്ചു. ആദാമിൻ്റെ ആത്മാവിൽ നിന്ന് ആത്മാവായി ആദ്യമായി ജനിച്ചു എന്നർത്ഥം. ആദ്യത്തെ സ്ത്രീ പുരുഷൻ്റെ ആത്മാവിൽ നിന്ന് ജനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അത് പിന്നീട് ഞാൻ സൃഷ്ടിയെപ്പറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് വിവരിക്കാം. രക്ഷകനെ പെറ്റാൾ മറിയാം എന്നാ കടവും വീടിയും. രക്ഷകനെ പ്രസവിച്ചുകൊണ്ട് ഹവ്വായുടെയും ആദാമിൻ്റെയും കടം വീടി നടത്തും. അടുത്തത് യൂദായിൻ മറവിലമാർന്ന മന്നനെ മോഷ്ടിച്ചാൽ താമാർ അവൾ മോഹിച്ചൊരു ലാവണ്യം വിജയശ്രീ നാർജിച്ചു. കണ്ടോ, അതിൻ്റെ ഇന്നർ മീനിങ് ആണ് നമ്മൾ എടുക്കേണ്ടത്, പുറമേയുള്ള മീനിങ് അല്ല എടുക്കേണ്ടത്.
യൂദായുടെ മറവിലമർന്നിരുന്ന മന്നനെന്ന് പറഞ്ഞാൽ ആരാ? രാജാവ്. രാജാവിനെ താമാർ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അവൾ മോഹിച്ച ലാവണ്യമാണ് ഇന്ന് വിജയശ്രീ ആർജിച്ചത്. നമ്മുടെ കല്യാണത്തിനൊക്കെ പാട്ടുണ്ടല്ലോ, മോതിരമതിനാൽ കുലയെന്നും ദാമാർ രക്ഷിതയായി, ഇതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. കണ്ടോ, ഇതെല്ലാം നമ്മൾ ആ ഡീപ്പർ മീനിങ് എടുക്കേണ്ടത്, പുറമേയുള്ള മീനിങ് അല്ല എടുക്കേണ്ടത്. പലരും അതെടുത്താണ് ഓരോ ക്രിറ്റിസമൊക്കെ പറയുന്നത്. അടുത്തത്, ദുരിതം പാഞ്ഞുദയം ചെയ്തി തൊളിയിരുളിൽ പാർക്കുന്നോരേ മോദിപ്പാനാഹ്വാനം ചെയ് ദീക്ഷിതി ഭൂകിയ തേജസ്സിൽ. ദൈവത്തിൻ്റെ തേജസ്സാണ് ഈ ശരിയിൽ വന്നതെന്നുള്ളതാണ്. തേജോമയനായ പുത്രൻ തമ്പുരാൻ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, താൻ തൻ്റെ തേജസ്സും തത്വത്തിൻ്റെ കിരണവുമായിരുന്നു എന്നൊക്കെ പൗലോസ്ലീഹ വിവരിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഈ ഗീതങ്ങളൊക്കെ എന്ത് അർത്ഥവത്താണ്, സാരാംശ സമ്പൂർണമാണ്, തിയോളജി പഠിപ്പിക്കുന്നതാണ്. അല്ലാതെ കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, കേവലം ഒരു പാട്ട് മാത്രമല്ല. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാനുണ്ട് നാം മനസ്സിലാക്കേണ്ടത്. മൾട്ടി ഫേസറ്റഡ് മീനിങ്, സമ്പൂർണതയാണ് അതിൻ്റെ. ഇനി അടുത്തത് സങ്കീർത്തനം വായനയാണ്. 113, 148, 149, 150 എന്നീ സങ്കീർത്തനങ്ങൾ തുടർച്ചയായിട്ട് വായിക്കുകയാണ്. പ്രകാശത്തിൻ്റെ സൃഷ്ടാവിന് സ്തുതി, കർത്താവിൻ്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പിൻ എന്ന് തുടങ്ങി ഇത് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഗാനം. ഞാൻ ഈ ഗാനങ്ങൾ ഓരോ സ്ഥാനശാഖൊക്കെ പാടുന്നതിൻ്റെ വൈവിധ്യം മനസ്സിലാക്കാനാണ്. സുറിയാനി സഭയുടെ പിതാക്കന്മാർ ആ വിവിധ തരത്തിലുള്ള എക്കാറ ഉപയോഗിച്ച് ആണ് ഈ പാട്ടുകൾ പാടിയിരിക്കുന്നത്. അതും അറ്റ് ദ സെയിം ടൈം അർത്ഥസമ്പൂർണവുമാണ്. ഇന്നേറെ ദൂതഗണം വാനിന്നെത്തി തൽജനനം ഗാൺമാൻ മേളിച്ചു ബേദലഹേ ഗുഹയിൽ നരസുര സംസ്തുതിഗീതങ്ങൾ പൂജാദികളെ അവനെ സതതം വാഴ്ത്തീൻ. ഇന്ന് ഈറയെ ദൂതഗണം വാനീനെത്തി. സ്വർഗത്തിൽ നിന്ന് ഈറയന്മാരുടെ ഗണം, ഈറയന്മാരുടെ ഗൂതാകൾ സ്വർഗത്തിൽ നിന്ന് എത്തി. എവിടെയാ? മേളിച്ചു ബേദലഹേം ഗുഹയിൽ നരസുര സംസ്തുതി ഗീതങ്ങൾ. തൻ്റെ ജനനം കാണുവാനായിട്ട് സ്വർഗത്തിലെ ഈറയന്മാർ ബേദലഹേമിലെ ഗുഹയിലെത്തി. അത് കഴിഞ്ഞാൽ നാരരുടെയും സുരരുടെയും ഗീതങ്ങൾ സമ്മേളിച്ചു. സ്വർഗീയ ഗണങ്ങളും മനുഷ്യരും ചേർന്ന് ഏകമായി ഈ ശിശുവിനെ സ്തുതിച്ചു എന്നർത്ഥം. ഇനി ഇടയന്മാർ കാഹളരവമേറ്റി ദൂതസമൂഹം കുമ്പിട്ടു പൂജാദികളെ അവനെ വാഴ്ത്തി നിത്യം. ആ സമ്മേളനത്തിൽ ഇടയന്മാർ കാഹളമൂതി എന്നാണ് പറയുന്നത്. ദൂതസമൂഹം, ദൂതന്മാർ അവൻ്റെ മുമ്പിൽ കുമ്പിട്ടു. അതുകൊണ്ട് എല്ലാ ഭൂതല ജാതികളുമേ അവന് നിങ്ങൾ വാഴ്ത്തുവീൻ എന്നർത്ഥം. വാറക്കുമോ. അത് കഴിഞ്ഞ് ശുഭഹോലാവോ മനോലോ എല്ലാം കഴിഞ്ഞിട്ട് ആർദ്രതയാൽ ഹിതമായി പാഴ്ത്തുണി ചുറ്റി പുൽക്കൂട്ടിൽ നീ ക്ഷീപ്താവുടയോനെ കൃപയാലിപ്പോൾ നീ ഞങ്ങത്താൽ പിഴ പോക്കണമേ പൂജാദികളെ അവനെ വാഴ്ത്തി നിത്യം. അത് കഴിഞ്ഞ് കുറിയലാശം കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെ വായിക്കുകയാണ്. അപ്പോൾ സങ്കീർത്തനങ്ങളായി, യെശയ്യാ പ്രവചനമായി, അത് കഴിഞ്ഞ് സുവിശേഷം വായിക്കുകയാണ്. അതിൻ്റെ പ്രോഗ്രഷനിലാണ് ആ റീഡിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേദപുസ്തകത്തിൽ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ ആ സാന്ദർഭികമായ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റഡ് ഇൻടു ദ ബോഡി ഓഫ് ദി വർഷിപ്പ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ആത്മാവിൽ ദരിദ്രയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. തൂബൈഹൂൻ ലമസ്കീനെ ബ്രൂഹുദീലഹൂൻ ഭോജമൽക്കൂസോ ദശുമായോ. തൂബൈഹൂൻ എന്ന് പറഞ്ഞാൽ അവർ ഭാഗ്യവാന്മാരാകുന്നു എന്നർത്ഥം. ഇനി അടുത്ത പാട്ട്, അത് സുറിയാനി പാടാം. കൗബോബാദ് ഖുവോലമുഗുശൈപോറേസ്
പതയൻ കുറുവോനേ കാരബ്ലറാബൂസോ ദഹവോ മോറോ വൽബുന്തോ താരകപോറസിലെ വിജ്ഞരെ അറിയിച്ചു കാഴ്ചകളവരേന്തി തന്മഹിമയ്ക്കരുളി കുന്തിരുവും പൊന്നും മോരും. കണ്ടോ? അടുത്തത് ഉടയോനെ നിന്നെ രാജാജോത്സന്മാർ ഗർഹിത വേദലഹേ ഗുഹയതിൽ പ്രണമിച്ചു പ്രേക്ഷകനായി സ്തോത്രം. പിതാവിനെ മഹത്വപ്പെടുക. പ്രേക്ഷകദാതാ, നീ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. വിദ്വാൻമാരെ ബേത്ലഹേമിലെ ഗുഹയിൽ വന്നവനെ വണങ്ങി. അല്ലയോ പിതാവേ, നിനക്ക് സ്തോത്രം. അപ്പോൾ തൃത്വാരാധനയാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ ഉടനെ സാധാരണ ശുഭഹോ ലാഭോ ആശന്മാർ ചെല്ലുന്നതിന് പകരം ആ ട്യൂൺ അനുസരിച്ച് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ശുഭഹോ ചെല്ലുവാനും മുമ്പായിട്ടുള്ള ലൈനും കൂടെ പാടിക്കേൽപ്പിക്കാം. ഗഗനത്തിൽ ശാന്തി, ക്ഷിതിതന്നിൽ ശാന്തി, പ്രീതിയടഞ്ഞുടയോൻ ജനനാർത്ഥം വന്നാൻ ആദമിനെ പരിരക്ഷിപ്പാൻ. ഉടയോൻ പ്രീതിയടഞ്ഞാവുന്ന, സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെയാവുന്ന എന്തിനാ? ആദാമിനെ പരിരക്ഷിപ്പാൻ. വീണുപോയ ആദാമിനെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഉടയോൻ വന്നു എന്നാണ് അർത്ഥം. തുടർന്ന് ശുഭഹോ ബിഖോറോ സഗത്തോറാബുസിയോ നസ്തുദിനാസക് ലാബോ ലബുറോ വൽറുഹു കുദിശോ കാദീശോ. ആ നേരത്തെ പാടിയ ആ പാട്ടിൻ്റെ അതേ ട്യൂണിൽ ശുഭഹോ പറയും. അതേ ട്യൂണിൽ തന്നെ നനോലം പറയും. നനോലം ബാദ മുലോലം ഉൽമീനാമീൻ. ആ പാട്ട് തുടരുകയാണ്. ആദത്തിനുമല്ല ലോകത്തിനുമായി പ്രീതിയടഞ്ഞുടയോൻ ജനനാർത്ഥം വന്നാൻ ആദമിനെ പരിരക്ഷിപ്പാൻ. ആദത്തിന് മാത്രമല്ല എല്ലാ ലോകത്തിനും വേണ്ടി പ്രീതിയടഞ്ഞുടയോൻ ജനനാർത്ഥം വന്നു എന്നാണ് അർത്ഥം. തുടർന്ന് സമൻകാല സ്കുതിയിലാശൻ പറഞ്ഞിട്ട് പ്രമിയോൻ വായിക്കുകയാണ്. നിത്യതയിൽ അദൃശ്യനായി തൻ്റെ പിതാവിൻ്റെ മടിയിൽ സ്ഥിതി ചെയ്യുന്നവനും തൻ്റെയും പിതാവിൻ്റെയും ജീവനുള്ള വിസ്തരൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഉദയം ചെയ്ത് പ്രത്യക്ഷപ്പെടുവാൻ കൃപാപുരുഷനും തിരുവുള്ളമുണ്ടായവനുമായ അദൃശ്യ ശിശുവും ലോകങ്ങളെക്കാൾ ഉന്നതനും സൃഷ്ടികളെക്കാൾ വലിയവനുമായിരിക്കെ തൻ്റെ സൃഷ്ടിയുടെ അടുക്കിലേക്ക് വന്നവനും തൻ്റെ ജനനിയുടെ മഹിതമായ മടിയിൽ കാണപ്പെട്ട അശരീരിയും ആത്മീയനും ലോകങ്ങൾക്ക് അദൃശ്യനായിരിക്കെ മനുഷ്യ സ്നേഹത്തോടെ ജനനത്തിനായി വന്നവനും തൻ്റെ പൂർണ്ണതയാൽ സകലത്തെയും ഐശ്വര്യസമ്പന്നമാക്കിയ പരിപൂർണനുമായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ പ്രഭാത പ്രാർത്ഥനാ സമയത്തും തുടർന്ന് സാധാരണ ചെല്ലുന്ന ചൊല്ലിയിട്ട് എങ്കിലോ പുണ്യമാക്കുന്നതിനും വെടിപ്പാക്കുന്നതിനുമുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നെ സിദ്റാണ്. അത് വളരെ ദൈർഘ്യമായ ഒരെണ്ണമായതുകൊണ്ട് അത് ഞാനങ്ങ് വിടുകയാണ്. അത് വിട്ടിട്ട് അതിൻ്റെ അവസാനത്തിലുള്ള എത്രയോ മാത്രം വായിക്കാം. കന്യകമറിയാമെന്ന വരണ്ട ഭൂമിയിൽ വിധയോ നനയ്ക്കലോ കൂടാതെ കിളർത്തു വന്നാലും ഗ്രഹീത ഫലവും തലമുറകളുടെ സഹായത്തിനായി ബേത്ലഹേം ഓഫ്രസായിൽ മൃഗങ്ങളുടെ പുൽത്തൊട്ടികൾ കിടന്നവനും ആത്മീയമായതിൻ്റെ പരിമളത്താൽ ദുരസ്ഥരെയും സമീപസ്ഥരെയും സകല ഭാഗങ്ങളെയും ആനന്ദിപ്പിക്കുന്നതിനുമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ആത്മാക്കളാകുന്ന ആന്തരിക ബേത്ലഹേമിൽ നീ നിന്നെ തന്നെ സ്ഥാപിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളാകുന്ന ദേവാലയങ്ങളിലെ ആന്തരിക ധൂപങ്ങളാൽ തിരുമേനി ധൂപിക്കപ്പെടുമാറാകണമേ. നിന്റെ സ്നേഹമാകുന്ന പരിമളവാസനയാൽ ഞങ്ങളുടെ സകല അന്തരീന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ സ്തുതിക്കുകയും ആഹ്ലാദത്തോടെ നിനക്ക് പെരുന്നാൾ ആചരിക്കുകയും പുകഴ്ചകളോടുകൂടെ നിനക്ക് ആഘോഷം നടത്തുകയും ചെയ്യുമാറാക്കണമേ. അത് കഴിഞ്ഞാലുടനെ ഒരു ഗീതമാണ്, അതും വിടുകയാണ് സമയക്കുറവ് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും ഒക്കെ കുക്കുലിയോനാണ്. അതിനു മുമ്പായി ഏവൻഗേലിയോൻ വായിച്ച ശേഷമാണ് കുക്കുലിയോന്.
അത് കഴിഞ്ഞ് മാറിയാക്കൂബിൻ്റെ ബഹൂസ വട. ഹാലൽ 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 വേമാർ ഹല്ലേലൂയാക്കുമോദ് ഹാലൽ റോ അബുസോബ് ഗൗബേസിലഹിം ഇന്നാൾ വംശത്താലയാമാതാം മോദിക്കട്ടെ നിൻ ജന്മത്താൽ ദൈവത്വം യാചന പോലെ ദുഃഖം നീക്കും പൈതലിനേറ്റ് കിടുകയാലേ ഇന്നാൾ ഹൗവായ ദത്തേക്കാൾ സ്തുതി പാടട്ടെ നീനാൾ ബിംബത്തെ കൂപ്പിയവ തെക്കമ്പേറും ലോകത്തിൻ വെണ്ണാകേണ്ടും കൊമ്പിനാളുണ്ടായി വീഞ്ഞാൽ തത്തക്ഷോണിയ സേവി കീടാനിന്നളീശായി നുണ്ടായി മുന്തിരവൾ പാടിൻ 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 ഹല്ലേലൂയ ആട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ. ഇതോടെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞു. അടുത്തത് 3-ാം മണി പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. USOCക്ക് വേണ്ടി ഡോക്ടർ CA സ്നേഹാൻ